കേരളത്തിൻ്റെ പാരമ്പര്യ വ്യവസായങ്ങളിൽ പ്രധാനമാണ് കൈത്തറി മേഖല. ഒരു കാലത്ത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായിരുന്നു ഈ നെയ്ത്തുശാലകൾ. സങ്കീർണമായ ഡിസൈനുകൾ പോലും അങ്ങേയറ്റം കൃത്യതയോടെ നൂലുകളിൽ നെയ്തെടുക്കാനുള്ള കരവിരുത് കൈത്തറി വസ്ത്രങ്ങളുടെ മാറ്റുകൂട്ടുന്നു. നൂൽ തയ്യാറാക്കി ചായം പൂശുന്നതോടെ കൈത്തറി വസ്ത്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങും. ഡിസൈനുകൾ മാറുന്നതിനനുസരിച്ച് നെയ്യാനെടുക്കുന്ന സമയത്തിലും വ്യത്യാസമുണ്ട്. സാരി ഞെരടി വലിച്ച് സാരി തുടങ്ങി അതിൻ്റെ മുന്താണിയൊക്കെ വെട്ടി ഡിസൈനൊക്കെ ഉണ്ടത്. ഡിസൈൻ തീർന്നു വരുമ്പോൾ 3 ദിവസം വരെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വെള്ള നെയ്ത് 14 മുഴം വരെ നെയ്യണം. 6 മുഴം വരെ ഡിസൈൻ വരും, ചെറിയ ഡിസൈൻ. ഈ 6 മുഴം വരെ ഇട്ട് നെയ്തിട്ട് പിന്നെ വെള്ള നെയ്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ 6 ദിവസം വരെ ആവും ഈ സാരി നെയ്യാൻ. ഇത് ചെറിയ സാരിയാണ്. ഇത്രയും സൂക്ഷ്മമായി നിർമ്മിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ മികച്ച ക്വാളിറ്റിയും കസ്റ്റമേഴ്സിന് ലഭിക്കും. വിദേശത്തും കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഓണം, വിഷു സീസണുകളിലാണ് കൂടുതൽ കച്ചവടം നടക്കുന്നത്. കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഡിസൈനുകളിലും ഇന്നിവ നിർമ്മിച്ചു നൽകുന്നു. എൻ്റെ പേര് സുശീലൻ എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് സുകുമാരപ്പണിക്കറാണ്. നമ്മളെ കസോട എന്ന് പറയുന്നത് തന്നെ കസ്റ്റമറാണ് നമുക്ക് തരുന്ന ഡിസൈൻ അതുപോലെ ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ ഡിസൈൻ. അതാണ് നമ്മുടെ ഡിസൈനർ. കസ്റ്റമറാണ് നമ്മുടെ ഡിസൈനർ. അതിനെന്താ നമുക്ക് അവർ ഏത് ഓർഡർ തന്നാലും ശരി അതുപോലെ വരച്ച് തരുന്ന പേപ്പർ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് ചെയ്യുന്നത്. പവർലൂം വസ്ത്രങ്ങളുടെ കടന്നുകയറ്റവും വ്യാജ കൈത്തറികളും ഈ മേഖലയ്ക്ക് ഭീഷണി ഉയർത്തുന്നു. കാര്യം ക്വാളിറ്റിയുള്ള നൂല്, ക്വാളിറ്റിയുള്ള കസവ്, ക്വാളിറ്റി ഉള്ള നെയ്ത്തുകാർ നെയ്ത് വിൽക്കുന്ന സാധനം കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ ആളുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഡിസൈനും കൈത്തറിയിൽ ഇറക്കിക്കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ പവർലൂമിൽ ഇറങ്ങും. പവർലൂം വെരി അഡ്വാൻസ്ഡ് ആണ്. ഏത് സാധനം നമ്മൾ കൈത്തറിയിൽ ചെയ്താലും ചില സാധനങ്ങൾ കൈത്തറി ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പവർലൂമിന്. ഇപ്പോൾ അതല്ല. ഈ കൈത്തറി ചെയ്യുന്നതിന് ഡിറ്റോ അനുസരിച്ച് ചെയ്യാനുള്ള സംവിധാനം പവർലൂമിലുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം, കുറഞ്ഞ കൂലി, കഠിനാധ്വാനം തുടങ്ങിയവ പുതുതലമുറയെ ഈ തൊഴിലിൽ നിന്ന് അകറ്റുന്നു. കൂലി എന്ന് പറയുമ്പോൾ നമുക്ക് തുച്ഛമായ പൈസയൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ മറ്റുള്ള തൊഴിലിനെ അപേക്ഷിച്ച് ഇത് വലിയ നേട്ടം എന്ന് പറയാനില്ല. പിന്നെ കുറച്ച് നാൾ തൊഴിലുറപ്പിൻ്റെ അതൊക്കെ നമുക്ക് സൊസൈറ്റി വഴി കിട്ടുമായിരുന്നു. അവരുടെ ഗവൺമെന്റിന്റെ സഹായം കുറച്ച് നാളൊക്കെ കിട്ടി. ഇപ്പോൾ അതൊന്നും നമുക്ക് നെയ്ത്തുകാർക്കൊന്നും കിട്ടുന്നില്ല. അതിനെപ്പറ്റി ഇടനിലക്കാരുടെ ചൂഷണമാണ് മറ്റൊരു പ്രതിസന്ധി. നെയ്ത്തുകാരിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങി വിപണിയിൽ വൻവിലയ്ക്ക് മറിച്ചു വിൽക്കും. നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ സ്വന്തമായി വിൽക്കാൻ കഴിയാത്ത ചെറിയ നെയ്ത്തുശാലകളാണ് ഇവരുടെ ഇരകൾ. കേരളത്തിലാകെ 500ഓളം നെയ്ത്തുകേന്ദ്രങ്ങളിലായി 14,000-ത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതിലധികവും സ്ത്രീകളാണ്. കൈത്തറി മേഖലയുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. സംസ്ഥാനത്തെ കൈത്തറി വ്യാപാരത്തിൻ്റെ 80% സഹകരണ സംഘങ്ങൾ വഴിയാണ്. 2017 സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ യൂണിഫോമിന് കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. സർക്കാർ പിന്തുണയുണ്ട്. കാര്യം ഒരു ഘട്ടത്തിൽ വെച്ച് കൈത്തറി തൊഴിലാളികൾ ഇത് ഉപേക്ഷിച്ച് പോയതാണ്. അത് കൈത്തറിയിൽ തന്നെ യൂണിഫോം നടപ്പിലാക്കി അത്തരം തൊഴിലാളികളെ ഇതിൽ നിലനിർത്തുന്നു. ബ്രാൻഡിംഗ്, ഡിജിറ്റൽ വിപണനം, ഉൽപ്പന്ന നവീകരണം, യുവതലമുറയുടെ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ നിലവിലുണ്ട്. കൈത്തറി മേഖലയെ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഇനി പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പകരം നിലവിലുള്ളവ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കണം. അല്ലാത്തപക്ഷം കേരളത്തിന്റെ പരമ്പരാഗതമായ മറ്റൊരു തൊഴിൽ വ്യവസായം കൂടി മൺമറയും. ക്യാമറാമാൻ അനു വിജയ്ക്കൊപ്പം ദിബോർജി നായർ, കൗമുദി TV.